നമുക്ക് ഈ ദിവസം ഇതുവരെ സംഭവിച്ച സമഗ്രമായ വാർത്തകൾ എന്തെന്ന് പരിശോധിക്കാം. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അവസരം നൽകാമെന്ന് പറഞ്ഞ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർ സിനിമയിലുണ്ട്. ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ട അവസ്ഥയെന്ന് നടികളുടെ മൊഴിയെന്നും കമ്മീഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ. സ്വകാര്യ വിവരങ്ങൾ അല്ലാതെ ഒന്നും മറച്ചു പിടിക്കരുത്. റിപ്പോർട്ടിൽ ഉള്ളത് പരാതിക്കാരിയുടെയും സാക്ഷികളുടെയും മൊഴികൾ മാത്രം. ആർക്കെതിരെയാണ് പരാതിയെന്ന സൂചന പോലും ഇല്ല. 1 കോടി ചെലവാക്കി സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം ചോദ്യം ചെയ്ത് ഭാഗ്യലക്ഷ്മി. ദുരിതം അനുഭവിക്കുന്ന നടിമാർ ആരെപ്പറ്റി പരാതി പറഞ്ഞോ അവരുടെ പേര് റിപ്പോർട്ടിലില്ല. ഈ സംവിധാനം ഒരിക്കലും നന്നാവില്ലെന്ന് മാല പാർവതി. സിനിമയ്ക്കുള്ളിലെ സ്ത്രീകളുടെ പോരാട്ടം പുതിയ തലമുറയെ കൂടുതൽ ശക്തരാക്കിയെന്നും പാർവതി. എല്ലാ ഞായറാഴ്ചയും തന്നെ ഈ പള്ളിയിൽ വന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അച്ഛന്മാരുടെ കുർബാന കൈമൊത്തി പോണവരാ അവർ കേസ് കൊടുത്തേക്കണത്. കള്ളന്മാർക്ക് കോട്ടയത്തുനിന്ന് കള്ളപ്പണം വന്ന് കിട്ടിയപ്പോൾ അവർ കേസ് കൊടുത്തേക്കണത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് കല്ലും മണ്ണും മണലും ചുമന്ന് പണിത പള്ളി. മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ സംഘർഷം. വിധി നടപ്പാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് പോലീസ്. പള്ളിയുടെ അകത്ത് പ്രതിഷേധിച്ച് യാക്കോബായ വിശ്വാസികൾ. യാക്കോബായ വിഭാഗത്തിന്റെ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാമെന്ന് കോടതി വിധി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ സിനിമാ ഷൂട്ടിംഗിൽ നടപടി. സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി ശാസിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും മുന്നറിയിപ്പ്. BJP തൃശൂർ DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധം ജില്ലാ പ്രസിഡന്റിന് മേൽ ഗുണ്ടകൾക്കെതിരായ ഗുരുതര വകുപ്പ് ചുമത്തിയതിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഹൈറിച്ച് തട്ടിപ്പിൽ മുഖ്യപ്രതി പ്രതാപന്റെ ഭാര്യ ശ്രീന പ്രതാപനെ ED വീണ്ടും ചോദ്യം ചെയ്യും. പ്രതാപനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അപേക്ഷ സമർപ്പിക്കാൻ ED. കൊച്ചിയിൽ യൂസ്ഡ് കാർ ഷോറൂമായ റോയൽ ഡ്രൈവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തൽ. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും മലയാള സിനിമാ താരങ്ങളും തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്ന് കണ്ടെത്തൽ EDയും ആദായ നികുതി വകുപ്പും നടത്തിയ പരിശോധനയിൽ. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും ഒന്നല്ല. BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ തെറ്റാണെന്നും CPMന് ഒപ്പമാണ് താനെന്നും MK വർഗീസ്. ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുക. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അതിന് ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്ര വിവാദത്തിൽ നേതാക്കളെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് പരിഹാസം.
കൂടോത്രം സ്ഥിര വരുമാനം ആക്കിയവർ പാർട്ടിക്ക് നാണക്കേടെന്നും വിമർശനം. ഹത്രസ് സംഭവത്തിൽ ന്യായീകരണവുമായി വിവാദ ആൾദൈവം നാരായൺ ഹരി. സംഭവത്തിൽ വിഷമമുണ്ടായെന്നും ദുരന്തമുണ്ടായതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നും ഭോലെ ബാബ. ദുരന്തം നടന്ന് 4 ദിവസത്തിന് ശേഷം അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ബാബയുടെ അഭിഭാഷകൻ സൂരജ് പാൽ സിംഗ്. കാപ്പ കേസ് പ്രതിയെ സ്വീകരിച്ചതിൽ വിശദീകരണവുമായി CPM. ശരൺ ചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞെന്നും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. RSSൽ പ്രവർത്തിക്കുമ്പോഴാണ് ശരണിന്റെ പേരിൽ കേസുകൾ വന്നതെന്നും വിശദീകരണം. യൂറോ കപ്പിൽ ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ. പോർച്ചുഗലിനെ ഫ്രാൻസ് മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. അവസാന യൂറോ കപ്പിനിറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ടൂർണമെന്റിൽ 1 ഗോൾ പോലും നേടാതെ മടങ്ങി. യൂറോ കപ്പിൽ സെമി ലൈനപ്പ് ഇന്നറിയാം. ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് ഇന്ന് സ്വിറ്റ്സർലൻഡിനെ നേരിടും. മത്സരം രാത്രി 9:30. നെതർലൻഡ്സിന് തുർക്കി എതിരാളികൾ. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം വൈകിട്ട് 4:30 ഹരാരെയിൽ. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ യുവനിര ഇറങ്ങും.